ഗതാഗത നിയമലംഘനം നടത്തിയ പോലീസുകാർ പിഴ അടയ്ക്കണമെന്ന കർശന നിർദ്ദേശവുമായി വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി. നിയമലംഘനം നടത്തുന്ന പോലീസുകാർ പിഴ അടയ്ക്കുന്നില്ല എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് DGP മുന്നറിയിപ്പ് നൽകിയത്. പിഴ അടച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും DGP പോലീസ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഗതാഗത നിയമങ്ങൾ അത് ലംഘനം നടത്തിയ പോലീസുകാർ അവരും പിഴ അടയ്ക്കണം എന്ന കർശനമായൊരു നിർദ്ദേശം പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും നിഖിൽ, നിയമലംഘനങ്ങൾ പോലീസുകാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് DGP ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതുപോലൊരു നിർദ്ദേശം DGP പറഞ്ഞിരുന്നു. ഉത്തരവായി തന്നെ DGP ഇത് ഇറക്കിയിരുന്നു. ഇപ്പോൾ വാർഷിക അവലോകന യോഗത്തിലാണ് DGP ഇങ്ങനെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് DGPക്ക് ലഭിച്ച പരാതിയിൽ തുടർന്നാണ് ഇങ്ങനൊരു നടപടി. അവർ പറഞ്ഞതനുസരിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്ന പോലീസുകാരിൽ വർധനമുണ്ട്. അതുപോലെ തന്നെ ഇവർ പിഴ അടയ്ക്കുന്നില്ല എന്നൊരു കാര്യം കൂടി മോട്ടോർ വാഹന വകുപ്പ് DGPക്ക് മുന്നിൽ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് DGP സംസ്ഥാന പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത്. ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസുകാരാണ് നിയമലംഘനം നടത്തിയിട്ടും പിഴ അടയ്ക്കാതെ ഇരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് DGPക്ക് കൈമാറണം എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. AI ക്യാമറകൾ വന്നതിന് ശേഷം നിയമലംഘനങ്ങൾ എല്ലാം സത്യസന്ധമായി പുറത്തു വരുന്നു എന്നൊരു കാര്യം കൂടി നമ്മളിപ്പോൾ നോക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ പാലിക്കേണ്ട പോലീസുകാർ തന്നെ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പോലീസിന് മുന്നിൽ തന്നെ അതൊരു ചോദ്യചിഹ്നമായി സാധാരണ ജനങ്ങൾ തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് DGP ഇങ്ങനൊരു നിർദ്ദേശം മറ്റു പോലീസുകാർക്ക് നൽകിയിരിക്കുന്നത്. എന്തുവന്നാലും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പോലീസുകാർ ശ്രദ്ധിക്കുക, നിയമലംഘനങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ അങ്ങനെ എങ്ങാനും അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായി തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് പിഴ അടയ്ക്കുക എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക അവലോകന യോഗത്തിൽ DGP പറഞ്ഞിരിക്കുന്നത്. എന്തു വന്നാലും തങ്ങൾ ചെയ്യുന്ന ജോലിയോട് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി DGP മുന്നറിയിപ്പ് നൽകുന്നു. പോലീസുകാർ മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥരും എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും ഇങ്ങനെ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ഇവരെല്ലാവരും സാധാരണ ജനങ്ങൾക്ക് ഒരു മാതൃകയായി നിൽക്കേണ്ട വ്യക്തികളാണ്. ഈ വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യം നിയമലംഘനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നിയമലംഘനങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് കർശനമായി അതിന് പിഴ നൽകിക്കൊണ്ടും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പിഴ അടച്ചുകൊണ്ടും ബാക്കിയുള്ളവർക്കൊരു മാതൃക നൽകുക എന്നൊരു കാര്യമാണ് ഇവിടെ DGP ഊന്നി പറയുന്നത്. മേധാവികളോട് ഈ മാസം തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടിയാണ് DGP ഇപ്പോൾ ഉത്തരവിൽ തന്റെ പോലീസുകാർക്കുള്ള ഉത്തരവിൽ പറയുന്നത്. നിഖിൽ.